ഹലോ, നമുക്കിന്ന് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. നമ്മുടെ ചാനലിലെ സെക്കൻഡ് റിക്വസ്റ്റ് ആയിരുന്നു ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുക ചേച്ചി എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിന്ന് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു A4 ഷീറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പിക്ചേഴ്സ് വരഞ്ഞെടുക്കാം. അതൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കളർ ചെയ്തെടുക്കാം. അത് നേരെ തിരിച്ചും ചെയ്യാം കേട്ടോ. കളർ ചെയ്തതിന് ശേഷം ഔട്ട്ലൈൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ രണ്ട് ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. ഞാൻ ആദ്യം വിചാരിച്ചു കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്ലൈനൊക്കെ കൊടുത്ത് പിന്നെ കളർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചില പിക്ചറിൽ കളർ ചെയ്തതിന് ശേഷം ഔട്ട്ലൈൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവാം. അതുകൊണ്ട് അങ്ങനെയാണ് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. ചിലതിൽ ആദ്യം ഔട്ട്ലൈൻ കൊടുത്തു, ചിലതിൽ ആദ്യം കളർ ചെയ്ത് ഔട്ട്ലൈൻ കൊടുത്തു, അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ എല്ലാം ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോരോ പിക്ചറായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇമേജസ് കട്ട് ചെയ്യുന്ന ടൈമിൽ ഇത്തിരി വൈറ്റ് ഗ്യാപ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് സ്റ്റിക്കേഴ്സിന് നല്ല ഭംഗി വരുന്നത്. അതുകൊണ്ട് എപ്പോഴും ഔട്ട്ലൈൻ്റെ അടുപ്പിച്ചിട്ട് കട്ട് ചെയ്യാതെ ഇത്തിരി വൈറ്റ് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ക്ലിയർ സെല്ലോ ടേപ്പ് എടുക്കുക. ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പിക്ചേഴ്സ് ഓരോന്നും നേരെ തിരിച്ച് പിടിച്ചിട്ട് ഈ സെല്ലോ ടേപ്പിൻ്റെ മുകളിലായിട്ട് വെക്കാം. ഒരു 5-6 പിക്ചേഴ്സ് ഇങ്ങനെ താഴെ ആയിട്ട് ആദ്യം തന്നെ വെച്ച് കൊടുക്കാം. എല്ലാം വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതുപോലെ തിരിച്ച് പിടിച്ചിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ വച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇത് ഓരോരോ പിക്ചറായിട്ട് വീണ്ടും കട്ട് ചെയ്യാം. അതായത് ഓരോ പിക്ചറിൻ്റെ താഴെ നിന്നും സെല്ലോ ടേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ഓരോ പിക്ചറും കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം പിക്ചറിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് സെല്ലോ ടേപ്പ് ഇതുപോലെ കുറച്ച് സെല്ലോ ടേപ്പ് അധികം വെച്ചിട്ട് നമ്മൾ ബാക്കി സെല്ലോ ടേപ്പ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ റെഡിയാവും. അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് ഇതുപോലുള്ളൊരു ബ്ലാങ്ക് പേപ്പറാണ് കേട്ടോ. ഇത് സാധാരണ പേപ്പറല്ല, നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യില്ലേ. ലാബിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ആ ഒരു ബ്ലാങ്ക് പേപ്പറില്ലേ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പറും കൂടെ എടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ സ്റ്റിക്കർ ഇങ്ങനെ ഓരോന്നായിട്ട് ഈ ഒരു പേപ്പറിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാം. നമ്മുടെ സ്റ്റിക്കറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് വർക്കിംഗ് ആണോ നോക്കിയാലോ. നമുക്കിതിനകത്ത് ഒരു ക്യൂട്ട് സ്റ്റിക്കർ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഡയറിയിൽ ഒട്ടിച്ച് നോക്കാം. ഞാനിവിടെ ഈ പൂജക്കുട്ടിയാണ് സെലക്ട് ചെയ്തത്. ഇങ്ങനെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ലാബിലൊക്കെ ഒട്ടിക്കുന്ന പോലെ നമുക്ക് ഈ ബുക്കിൽ ഒട്ടിച്ചെടുക്കാം. ഈ സംഭവം വർക്കിംഗ് ആണ്, നല്ല രീതിയിൽ തന്നെ ഒട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.